ഹായ്, ഇന്ന് ഞാൻ സ്കോപ്പിൾ ബയോ റിസർച്ചിന്റെ ഒരു പുതിയ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തി തരാം. സർ, നമുക്കൊരു ചായ പിടിച്ചുകൊണ്ട് തുടങ്ങിയാലോ? Of course, a tea that can change the concept. സ്വീറ്റ് റൂ എന്താണ് സാർ ഈ സ്വീറ്റ് റൂ? പഞ്ചസാരയ്ക്ക് പകരമുള്ള മധുരമാണോ? Exactly. സ്കോഫിൾ ബയോ റിസർച്ചിന്റെ ഒരു പുതിയ പ്രോഡക്റ്റാണ് സ്വീറ്റ് റൂം. താങ്കൾ ചോദിച്ച പോലെ പഞ്ചസാരയ്ക്ക് പകരം തന്നെ ഉള്ളതാണ്. പക്ഷേ കാർബോഹൈഡ്രേറ്റ് അല്ല, സുക്രോസിന്റെ ഘടനയില്ല, 0 കലോറിയാണ്. ഓക്കെ ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കുകയും ചെയ്യാം. സാർ, അപ്പം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് മധുരം തരുന്ന എന്ത് കമ്പോണന്റ് ആണ് സ്വീറ്റ് റൂവിലുള്ളത്? സാധാരണ നമ്മൾ പഞ്ചസാര എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്, സുക്രോസ് ആണ്. പക്ഷേ സ്വീറ്റ് റൂമിൽ അടങ്ങിയിരിക്കുന്നത് ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്, ഡൈറ്റർപിൻ ഗ്ലൈക്കോസൈഡ്. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കിയാൽ? സൂപ്പർ, നല്ല മധുരമാണല്ലോ. യാ സർ, അപ്പൊ നമ്മൾ ഈ സ്വീറ്റ് റൂ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിലേക്ക് സ്കോപ്പിൾ ബയോ റിസർച്ച് എങ്ങനെയാണ് എത്തിയത്? ഇന്ന് ഡയബറ്റിക് പേഷ്യൻസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അവർക്ക് ഒരു നാച്ചുറൽ സ്വീറ്റ്നർ ഡയബറ്റീസിനെ ബുദ്ധിമുട്ടിക്കാതെ കഴിക്കാൻ പറ്റണം എന്നാണ്. ഇതാണ് എൻ്റെ സ്പാർക്ക്. എന്തൊക്കെ കമ്പോണൻ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്വീറ്റ് റൂയിലുള്ളത്? അപ്പം ഞങ്ങൾ ആദ്യം ചെയ്തത്, വി ഡെവലപ്ഡ് എക്സ്ട്രാക്ഷൻ പ്രൊസീജിയർ that can isolate all the diterpene glycosides from the leaf, from the dry leaves. അത് ഞങ്ങൾ പേറ്റന്റ് ഫയൽ ചെയ്തു, ആ ടെക്നോളജി. അപ്പോൾ ഇതിന് ഡയബറ്റിക്സിനെ കൺട്രോൾ ചെയ്യാനുള്ള, പ്രമേഹത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്ന് സാറ് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള അതിനെ ശാസ്ത്രീയമായി നമ്മുടെ ലാബിൽ തെളിയിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കമ്പോണന്റ് എല്ലാം ഐസൊലേറ്റ് ചെയ്ത് വേർതിരിച്ച് ഐഡന്റിഫൈ ചെയ്ത് ഫൈറ്റോകെമിക്കൽ ബയോകെമിക്കൽ മെത്തേഡ് ആണെങ്കിൽ ഈ കമ്പോണന്റ് ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി ഉണ്ടോ, ആന്റി ഹൈപ്പർഗ്ലൈസമിക് പ്രോപ്പർട്ടി ഉണ്ടോ, ഇൻസുലിനോമിമെറ്റിക് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായി ഞങ്ങൾ ഇതിന്റെ മോളിക്കുലർ ബയോളജി നോക്കി. മാർക്കർ ജീൻ, ഡയബറ്റിക്കിന്റെ മാർക്കർ ജീന്റെ എക്സ്പ്രഷൻ ലെവൽ എത്രത്തോളം ഉണ്ട് ഈ പറഞ്ഞ എലിമെന്റിൽ ഇത് കൊടുത്താൽ എന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പൊ ഈ സ്വീറ്റ് ഒരു ദിവസം നമുക്ക് എത്ര അളവിൽ ഉപയോഗിക്കാം? തികച്ചും സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമല്ലോ? നേരത്തെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് 4 മില്ലിഗ്രാം പെർ ബോഡി വെയിറ്റ് ആണ്, പെർ കിലോ ബോഡി വെയിറ്റ് ആണ് ഇതിന്റെ റെക്കമെൻഡ് ചെയ്തേക്കുന്നത് ഇന്റർനാഷണൽ. ബോട്ടിലിന്റെ പുറത്ത് തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, 150 മില്ലിഗ്രാം മുതൽ 200 മില്ലിഗ്രാം വരെ ഉപയോഗിക്കാം ഒരു തവണ. അപ്പം നമ്മുടെ ഈ സ്വീറ്റ് റൂ പ്രൊഡക്റ്റിൽ സ്റ്റീവിയോളും സ്റ്റീവിയോസൈഡും റിബോഡിസൈഡും ഏതാണ്ട് 10 to 12% അടങ്ങിയിട്ടുണ്ട്. സാർ, ഇപ്പം സ്റ്റീവിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് സ്വീറ്റ് റൂവിന് എന്ത് വ്യത്യാസമാണുള്ളത്? തീർച്ചയായും ഒരുപാട് പ്രോഡക്റ്റുകൾ സ്റ്റീവിയോസൈഡ് എന്ന് പറഞ്ഞ് വെള്ളപ്പൊടി നിറച്ച് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് ആകെ കൂടി സ്റ്റീവിയോസൈഡ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണക്കയിലയിൽ ഒരു 6 to 10% ഉള്ളൂ. അതിനെയാണ് ഈ പ്യൂരിഫൈ ചെയ്ത് വെള്ള പൗഡറാക്കി എടുക്കുന്നതെന്ന് പറയുമ്പോൾ അഡൾട്രേഷൻ സംഭവിച്ചു എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അതെ, മധുരം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹത്തെ നേരിടാം. പ്രമേഹ രോഗികളും ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവരും മാത്രമല്ല, ആരോഗ്യപരമായ ഒരു ജീവിതശൈലി പിന്തുടരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രായഭേദമന്യേ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മധുരം. പേര് പോലെ തന്നെ സ്വീറ്റ് റൂ, മധുരമുള്ള സത്യം. ഇത് സ്കോപ്പിൾ ബയോ റിസർച്ചിന്റെ ഉറപ്പ്. Thank you, Salmi. Thank you so much.